കർണാടക ഹൈക്കോടതിയിലെ വീണ വിജയൻ കൊടുത്ത പരാതി, അതിൽ കോടതിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. SFIO ആവശ്യപ്പെട്ട രേഖകളെ എക്സാലോജിക്ക് കൊടുക്കണം. അതേസമയത്ത് വീണ വിജയനെതിരായി SFIO കൊടുത്ത പരാതിയുടെ റെക്കോർഡുകൾ എന്താണ് എന്ന് ഉള്ള കാര്യം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരു 50-50% രണ്ടുപേർക്കും തുല്യമായ രീതിയിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടി എന്ന് പറയാനൊക്കെ ഉള്ളൂ. വീണ വിജയന്റെ അറസ്റ്റ് ഒഴിവായി. പിന്നെ കോടതി നിരീക്ഷിച്ചത് വീണ വിജയന് പണം വന്നു, ആ വന്ന പണം കൊടുത്തവർക്ക് പരാതിയില്ല. പണം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അതിനുള്ള ടാക്സുകൾ അടച്ചിട്ടുണ്ടോ, അടച്ചിട്ടുണ്ട്. ഇനി ഇൻകം ടാക്സിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. മറ്റൊരു വാദഗതി, ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ SFIOക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അവരന്വേഷണം പൂർത്തിയായില്ല. അതിനു മുമ്പ് ആ സ്പെഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുത്തത് ശരിയോ? അന്നേരം അഡീഷണൽ സോളിസിറ്റർ പറഞ്ഞു, SFIO അന്വേഷണം ഏറ്റെടുത്തതോടുകൂടി ROCയുടെയും മറ്റുള്ള ഏജൻസികളുടെ അന്വേഷണം തൽക്കാലം നിർത്തി എന്നുള്ളതാണ്. ആ വാദഗതികളോട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓരോ താഴെക്കടയിലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന വിവരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഒരു ഹയർ ഏജൻസി അത് അന്വേഷിക്കാൻ കഴിയുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് SFIO അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ROCയുടെ അന്വേഷണം ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. എല്ലാ അന്വേഷണ ഏജൻസികളും SFIയുടെ കീഴിൽ വരാൻ സാധ്യതയുള്ള അന്വേഷണ ഏജൻസികളെല്ലാവരും അവരുടെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം വേറൊരു അന്വേഷണം ഏറ്റെടുക്കുന്നതായിരുന്നു ഉചിതം. അതേസമയത്ത് മറ്റൊരു ഒന്നോ രണ്ടോ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് SFIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഉചിതമായില്ല. അതുകൊണ്ട് ആ അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാണ് അവരുടെ വാദഗതി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കർണാടകയിലെ അതിനെ എതിർത്തു. ആ SFIO ഏറ്റെടുത്തതോടുകൂടി മറ്റുള്ള ഏജൻസി അന്വേഷണങ്ങൾ നിർത്തിവെച്ചു, അത് നിന്നുപോയി. അതുകൊണ്ട് നിയമസാധ്യത അക്കാര്യത്തിലുണ്ട്. പക്ഷെ കോടതി ഒരു ഇന്റീരിയം ഓർഡർ കൊടുത്തിരിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായാലും കോടതി ഫൈനൽ വിധി പറയുന്നിടം വരെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് KSIDCയുടെ കേസ് കേരള ഹൈക്കോടതി കിടപ്പുണ്ട്. അതുപോലെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത കേസുമായി കേരള ഹൈക്കോടതി കിടപ്പുണ്ട്. അതും 2 ആഴ്ചത്തേന് മാറ്റിവെച്ച് 26-ാം തീയതിയിലേക്ക് മാറ്റി. KSIDCയിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകൾ, പണം തട്ടലൊക്കെ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് തന്നെ വരുള്ളൂ. അതിനകത്ത് വീണ വിജയന് യാതൊരു കാര്യവുമില്ല. വീണ വിജയൻ എക്സാലോജിക്കും വീണ വിജയന്റെ കാര്യം മാത്രമേ അവർക്ക് പറയേണ്ട ഒരു ആവശ്യമുള്ളൂ. KSIDC തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് KSIDC ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ ഉത്തരം പറയേണ്ടത്? CMRL എന്ന് പറയുന്ന അവർക്ക് KSIDC ആയിട്ട് പല ബന്ധങ്ങളും ഉണ്ട്. 135 കോടി രൂപ പല രാഷ്ട്രീയക്കാർക്കും പല രീതിയിൽ വീണ വിജയന് കൊടുത്ത് കൂടാതെ കൊടുത്തിട്ടുണ്ട്. അത് CMRL അതിന് ഉത്തരം പറയേണ്ടി വരും. ആ കൊടുത്ത് എന്തിനാണ്, എന്താവശ്യത്തിനാണ്, അവർക്ക് അതുപോലെ വരുമാനമുണ്ടോ, ആ വരുമാനത്തിന്റെ ഷെയർ പങ്കുവെക്കുന്നത് അത് അവരുടെ യുക്തം, അവരുടെ ഇഷ്ടം. അതൊരു വയലേഷൻ ഇല്ല എങ്കിൽ ആ പണം കൊടുത്തത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാം. പക്ഷേ CMRLന്റെ 14% ഷെയർ കേരള ഗവൺമെന്റിനുള്ള സ്ഥിതിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. 233A പ്രകാരം ആ കോർപ്പറേറ്റ് ആക്ഷൻ അനുസരിച്ച് ഗവൺമെന്റ് ഷെയറുള്ള ഒരു കമ്പനിക്ക് രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതിലേക്കൊക്കെ ഇനി വരും അന്വേഷണങ്ങൾ. അതുകൊണ്ട് തൽക്കാലം വീണ വിജയന് ആശ്വാസം. ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം 1,75,00,000 അല്ലാതെ മറ്റേതെങ്കിലും പണം CMRL നിന്ന് വന്നിട്ടുണ്ടോ? അവർ സർവീസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും CMRL പണം കൊടുത്തിട്ട് അവർ സർവീസ് ചെയ്തില്ല, അത് ഞങ്ങളെ പണം വാങ്ങിച്ചുകൊണ്ട് പോയി എന്നൊരു കംപ്ലൈന്റ് അവർക്കില്ല. അവർക്ക് കൊടുത്ത പണത്തിന്റെ GST അവർ അടയ്ക്കുകയും ചെയ്ത് CMRL. അതുകൊണ്ട് ഈ ഒഫൻസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
വീണ വിജയനെതിരായിട്ടുള്ള ഒഫൻസ് അതിനകത്ത് ചീറ്റിംഗ് ഉണ്ടോ മറ്റതുണ്ടോ ഒന്നും അല്ല പ്രശ്നം. CMR അല്ലേ നിയമപരമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അങ്ങനെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് അവർ പറയുന്നു. അവർക്ക് വീണ വിജയൻ പൈസ തിരിച്ചു തരുന്നതിനെ പറ്റി ഒരു പരാതിയില്ല. അവരൊരു സർവീസ് ചെയ്യാതെ തന്നെയാണ് കൊടുത്തത് എന്ന് വന്നാലും ആ പണം അവർ വാങ്ങിക്കും. അതിൻ്റെ ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് ഇതുവരെ അടച്ചിട്ടില്ലെങ്കിൽ അത് പെനാൽറ്റി സഹിതം ഇനി അടച്ചാലും മതി. ഇൻകം ടാക്സ് ആക്ടിനകത്ത് അങ്ങനെയാണ് കാര്യങ്ങളെ. ആ പണം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ പണം അടച്ചാൽ ആ പ്രശ്നം തീരാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ മകളെ ഈ വീണ വിജയനെ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം.